ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 3 സിനിമകളുടെ വിശേഷങ്ങളാണ്. പിന്നെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് കണ്ട 3 സിനിമകളാണ്. ഏതൊക്കെ സിനിമകളുടെ വിശേഷങ്ങളാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഓപ്പറേഷൻ വാലന്റൈൻ. തെലുങ്കിലും ഹിന്ദിയിലുമായിട്ട് ഒരേ സമയം ചിത്രീകരിച്ച സിനിമയാണ് ഓപ്പറേഷൻ വാലന്റൈൻ എന്ന് പറഞ്ഞ സിനിമ. മാനുഷി ചില്ലർ, വരുൺ തേജ്, അതുപോലെ തന്നെ റുഹാനി ശർമ്മ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു വാർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ 2019 നടന്ന പുൽവാമ ആക്രമണം, ഭീകരാക്രമണവും അതുകൂടാതെ അതേ സമയത്ത് തന്നെ വ്യോമസേനയുടെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തെയും അടിസ്ഥാനമാക്കി എടുത്തൊരു സിനിമയാണ് ഓപ്പറേഷൻ വാലന്റൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഹിന്ദിയിൽ റിലീസ് ചെയ്ത ഹൃതിക് റോഷൻ്റെ ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു സിനിമയുടെ ഒരു ലൈറ്റ് വേർഷനായിട്ടാണ് ഈ ഒരു സിനിമ. രണ്ടും ഏകദേശം ഒരേ ടൈമിൽ ഇറങ്ങിയ സിനിമകളാണ്. പക്ഷേ സ്റ്റോറി നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേ സ്റ്റോറിയാണ്. ക്ലൈമാക്സിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും സെയിം സ്റ്റോറി തന്നെയായിരുന്നു. പിന്നെ ഫൈറ്റർ ഒരു കിഡ്ലൻ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. ഈ ഒരു സിനിമ ഇതിൽ VFX കുറച്ചൊരു മോശമായി തോന്നി, ബാക്കിയൊക്കെ ഓക്കെയാണ്. വരുൺ തേജിൻ്റെ പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. മറ്റുള്ള ഈ ഫയർഫോഴ്സിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. എന്തായാലും നല്ല ഈ തന്നെ കാണാൻ പറ്റിയ സിനിമയാണ് ഓപ്പറേഷൻ വാലന്റൈൻ എന്ന സിനിമ. ഇതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതായത് വാർ സിനിമകളും ഈ എയർഫോഴ്സ്, ഇന്ത്യ പാക് യുദ്ധം അതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഓപ്പറേഷൻ വാലന്റൈൻ എന്ന സിനിമ. അവരുടെ ആ ബജറ്റിൻ്റെ ഒതുങ്ങുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സർവൈവൽ മൂവിയാണ്. നോ വേ അപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നായികയും കൂട്ടുകാരും ഒരു അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പ്ലെയിനിലേക്ക് യാത്ര. ആ പ്ലെയിൻ തകരുന്നതും, അതായത് ഒരു പക്ഷി ഇടിച്ചിട്ട് ആ പ്ലെയിൻ തകരുന്നതും, പസഫിക് ഓഷ്യനിൽ ഈ പ്ലെയിൻ വീഴുന്നതും, അതിന് കടലിനടി കുടുങ്ങി പോകുന്നതാണ് ഇവർ. അപ്പോൾ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആകെ 1.5 മണിക്കൂറേ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ഒരു സർവൈവൽ സിനിമയാണ്. സർവൈവൽ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. അതിനുള്ളിൽ വേറൊരു സംഭവം ഉണ്ടാകും. ഈ കടലിൻ്റെ ഉള്ളിൽ അക്രമകാരിയായ സ്രാവ് ഉണ്ടാവും, ഷാർക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവരെങ്ങനെ രക്ഷപ്പെടും? ഇതിൽ നിന്ന് വെള്ളത്തിനടിയിലാണുള്ളത്. ഇവർക്ക് ശ്വാസം, ഓക്സിജൻ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചു തരുന്നൊരു സിനിമയാണ് നോ വേ അപ്പ് എന്ന സിനിമ. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ലയൺസ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. നോ വേ അപ്പ് എന്നാണ് ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സിനിമ ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ സിനിമ സ്വീറ്റ് ബോഡിഗാർഡ് എന്ന് പറഞ്ഞൊരു ചൈനീസ് ആക്ഷൻ മൂവിയാണ്. കിഡിലൻ സിനിമയാണ്. ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് സ്വീറ്റ് ബോഡിഗാർഡ് എന്ന് പറഞ്ഞ സിനിമ. 2022 റിലീസ് ചെയ്ത സിനിമയാണ്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ആകെ 1.25 മണിക്കൂറുള്ള സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയിരിപ്പിനെ കണ്ടു തീർക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ചൈനീസ് മൂവിയാണ്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ബോഡിഗാർഡ്, അതായത് ഒരു പണക്കാരനായ ഒരാളുടെ മകളുടെ ബോഡിഗാർഡായിട്ട് നമ്മുടെ നായകൻ വരുന്നത്. അപ്പോൾ അവർക്ക് വധഭീഷണി ഉണ്ടാവും. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുവരുന്ന സംഭവം, പ്ലോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും രസകരമായി തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അതുകൂടാതെ ആക്ഷൻ രംഗങ്ങളും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് സ്വീറ്റ് ബോഡിഗാർഡ് എന്ന സിനിമ. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 3 സിനിമ എന്ന് പറയുന്നത് ഓപ്പറേഷൻ വാലന്റൈൻ, നോ വേ അപ്പ്, സ്വീറ്റ് ബോഡിഗാർഡ്. ഈ 3 സിനിമകളാണ്. ഒന്ന് തമിഴ്, ഓപ്പറേഷൻ വാലന്റൈൻ തെലുങ്കിലും ഹിന്ദിയിലും ആണ് തിയേറ്റർ റിലീസ് ചെയ്തെങ്കിലും OTT റിലീസ് ചെയ്ത സമയത്ത് ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തത്. അതിന് മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്, തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നോ വേ അപ്പ് തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്വീറ്റ് ബോഡിഗാർഡും തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ 3 സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും